guys, welcome back to my first voiceover long video. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഭംഗിയിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വോൾ ഡെക്കറേറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണോ എന്നിട്ട് അതെല്ലാവരും വീട്ടിലുണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഒരു 5 cm വെച്ചിട്ടാണ് ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്യണത്. ഒരു 5 cm ഹൈറ്റും ഒരു 18 സംതിങ് വെട്ടും തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഒരു 3 എണ്ണം വെച്ചിട്ട് കട്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കാർഡ്ബോർഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ വോൾ ഡെക്കർ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ എന്താ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ആക്കുന്നതാണ്. എൻ്റെ വീഡിയോസിലൊക്കെ നമുക്കത് സെറ്റാക്കാം. 5 cm മാർക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു 3 പീസ് കാർഡ്ബോർഡ് കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്താ 3 പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും കട്ടാക്കി എടുക്കും. ഇന്നുണ്ടല്ലോ എൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കാർഡ്ബോർഡാണ്. നല്ല പ്ലെയിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരെണ്ണമാണ്. നിങ്ങളതിലുണ്ട് മറ്റേ ഇന്ത്യനു ബ്രൗൺ കളറാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവറാക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ 2 വീഡിയോയിൽ കണ്ടില്ലേ 2 നേരിയ പീസ് കാർഡ്ബോർഡ്, അങ്ങനത്തെ 2 എണ്ണം കൂടി വേണം കേട്ടോ. നമുക്കിത് പെയിൻ്റ് അടിക്കണം. ഞാൻ ഡയറക്റ്റായിട്ട് കാർഡ്ബോർഡിലേക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പം എന്ത് ചെയ്യാം, ഒരു വൈറ്റ് കളർ വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയിലിരിക്കണം. അപ്പം ഞാനൊരു മഷ്റൂം തീമാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അപ്പോൾ റെഡ് കളർ അടിച്ചെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളർ പോലെ ഉണ്ടെങ്കിലും ഞാൻ അടിച്ചു കൊടുക്കുന്നത് ആക്ച്വലി റെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം തീമായിട്ട് തന്നെ വൈറ്റ് കൊണ്ടിട്ട് ഡോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് വൈറ്റൊക്കെ അടിച്ച് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കട്ടാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ പീസ് ഉണ്ടല്ലോ അതിൻ്റെ മേൽഭാഗത്ത് ഒരു സൈഡിൽ ഒരു കാർഡ്ബോർഡിലാണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അടുത്തയിൽ ഒട്ടിക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ 3 സെറ്റാക്കാം. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാർഡ്ബോർഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇത് നല്ല രസമുണ്ടാകും. ബട്ട് ഞാൻ ഒരു തോട്ടൊക്കെ എഴുതിയിട്ടാണ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് 3 ആക്കിയിട്ട് മടക്കണം. അപ്പം ഫസ്റ്റ് ഞാനൊരു ഇത് ചെയ്തിട്ട് അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 3 ആക്കി മടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 3 ആക്കി മടച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ക്ലൗഡിൻ്റെ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ള കോട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ആക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഇതാണ് നമ്മളെ ബേസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഒട്ടിച്ചപ്പോഴത്തേക്കും താഴ്ഭാഗം കുറച്ച് കാണുന്നുണ്ടോ, അതൊന്ന് കട്ടാക്കി കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ സെറ്റാക്കിയ ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ പേപ്പർ ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് ആ ഭാഗത്ത് മാത്രമുണ്ട് ഗ്ലൂ അപ്ലൈ ആക്കുന്നത്, എന്നിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ ബാക്കി സൈഡൊക്കെ ഇങ്ങനെ ഒട്ടാണ്ട് ഇങ്ങനെ ഇതായിരിക്കും. എന്നിട്ട് അതിൽ കോട്ട് ചെയ്താൽ, ഞാനിപ്പോൾ വീഡിയോയിൽ കോട്ട് ചെയ്തെന്ന് കാണിച്ചിട്ടില്ല, ബട്ട് ഞാൻ എഴുതിയിരിക്കണു. അപ്പോൾ നിങ്ങൾ എഴുതാട്ടോ. കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ